Hi everyone. The quest for the theory of everything എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വിക്ക് സമ്മറി ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. This chapter talks about the life of one of the greatest modern scientist, Stephen Hawking. സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിയാണ് കിറ്റി ഗെൽ ഫെർഗൂസൺ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിയാണ് നമ്മുടെ ചാപ്റ്റർ. Although faced with a terrible disease that crippled him, Hawking continued his quest for knowledge and ended up becoming one of the most prominent and well-known figures in science. എന്ന് വെച്ചാൽ ഒരു വലിയ അസുഖം അദ്ദേഹത്തെ ക്രിപ്പിൾഡ് ആക്കിയിട്ടുള്ള ഒരു വലിയ അസുഖം അദ്ദേഹത്തിന് ബാധിച്ചിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്, ആഗ്രഹം അല്ലെ, എന്തറിയാനുള്ള നോളജിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ക്വസ്റ്റും അതുപോലെ തന്നെ ആ ഒരു നോളജ് അക്വയർ ചെയ്യുന്ന പ്രോസസ്സ് ended up ചെയ്തത് എങ്ങനെയാണ്? ബിക്കമിങ് വൺ ഓഫ് ദ പ്രൊമിനന്റ് ആൻഡ് വെൽ നോൺ ഫിഗേഴ്സ് ഇൻ സയൻസ്. ശാസ്ത്രത്തിൽ ഏറ്റവും മികച്ച പ്രഗത്ഭനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. എങ്ങനെയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ടെറിബിൾ ഡിസീസ് വന്നിട്ട് പോലും അദ്ദേഹത്തിന് സംസാരിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ദ ക്വസ്റ്റ് ഫോർ നോളജ് ആണ് അദ്ദേഹത്തെ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ്, ഇനോഗ്രൽ സ്പീച്ച്. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് ആ ഇനോഗ്രൽ സ്പീച്ചിലാണ്. ഒരു വലിയ ശാസ്ത്രലോകത്തെ ഒരുപാട് ഡിഗ്നിറ്ററീസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിലൂടെയാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. ഓൺ April 29, 1980, scientists and university dignitaries gathered to listen to inaugural lecture by a new professor of mathematics called Stephen Hawking. 1980 ഏപ്രിൽ 29 സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളും ഒക്കെ ഗ്യാദർ ചെയ്തു ഒരു വലിയ ഒരു ഓഡിറ്റോറിയത്തിനകത്ത്. എന്തിനാണെന്നറിയോ? ടു ലിസൺ ടു ദ ഇനോഗ്രൽ ലെക്ചർ. അവരൊരു ഉദ്ഘാടന പ്രസംഗത്തിനാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, ആരാണത് പറയുന്നത്? ബൈ എ ന്യൂ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സിലെ ഒരു പുതിയ പ്രൊഫസർ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. ഇത്രയും ആളുകൾ അദ്ദേഹത്തെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അന്ന് 38 വയസ്സാണ് അദ്ദേഹത്തിന്. ഓക്കെ, ദ ലെക്ചർ വാസ് കോൾഡ് ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയറിറ്റിക്കൽ ഫിസിക്സ്. ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ ദിസ് തിയറിറ്റിക്കൽ ഫിസിക്സ്. തിയറിറ്റിക്കൽ ഫിസിക്സിന്റെ അവസാനം അടുത്തു എന്നാണ് ഒരു എന്താ പറയാ, നമ്മുടെ സെഷന്റെ ആ ഒരു പ്രസംഗത്തിന്റെ ടൈറ്റിൽ അതായിരുന്നു. അപ്പോൾ അവരൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ മനുഷ്യന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹോക്കിങ് സർപ്രൈസ്ഡ് ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിംഗ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. അദ്ദേഹം ആ കൂടിയിരിക്കുന്ന ആളുകളെ മുഴുവനും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി, അതെ, എനിക്ക് തോന്നുന്നു ഇത് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ അവസാനമാണ് എന്ന് പറയുന്നത് ശരി വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ആൻഡ് ഇൻവൈറ്റഡ് ദം ടു. അപ്പൊ ആളുകളൊക്കെ ഞെട്ടി ഇത് കേട്ടപ്പോ. കാരണം ഒരിക്കലും ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെ. ചോദ്യം ഇതാണ്, ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഓഫ് തിയറിറ്റിക്കൽ ഫിസിക്സ്. തിയറിറ്റിക്കൽ ഫിസിക്സിന്റെ അവസാനം അടുത്തോ എന്നാണ് ചോദ്യം. അപ്പൊ അത് അങ്ങനെയല്ല, എന്താ പറയാ, ഫിസിക്സിന് അങ്ങനെ ഒരു അവസാനം ഇല്ല എന്നൊക്കെ ആയിരിക്കും ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം നേരെ തുടങ്ങിയത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ്? ആളുകളെ നെട്ടിച്ചുകൊണ്ടാണ്. അതെ, എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. I invited them to find a theory that explains the universe. എന്നിട്ട് അവരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്തിന്? ടു ഫൈൻഡ് എ തിയറി, ഒരു പുതിയ തിയറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ തിയറിയുടെ പ്രത്യേകത ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ്. എല്ലാത്തിനെയും കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെ, that explains the universe. യൂണിവേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. ഈ യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഓക്കെ, he sat silently in a wheelchair. ഈ മനുഷ്യൻ, ഇത്രയും വലിയൊരു കാര്യം സംസാരിക്കുന്ന ഈ മനുഷ്യൻ ഇരിക്കുന്നത് ഒരു വീൽ ചെയറിലാണ്. while one of the students read his lecture. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്, സംസാരിക്കാനൊന്നും കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ഈ ലെക്ചർ വായിച്ചു കൊടുക്കുന്നത്. Just by appearance, Hawking didn't seem like he could lead any adventure. കാണുന്ന കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് തോന്നും ഇത്ര വലിയൊരു അഡ്വഞ്ചർ ഒന്നും നയിക്കാനുള്ള ആ ഒരു കെൽപ്പ് അദ്ദേഹത്തിന് ഇല്ലാന്ന് അല്ലെ. അപ്പിയറൻസ് അല്ല അതൊക്കെ തീരുമാനിക്കുന്നത് നമുക്കറിയാം. പക്ഷെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഓതർ പറയാണ്, അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് അദ്ദേഹത്തിനെ വല്ലാതെ ഇംപ്രസീവ് ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നില്ല. ഇത്രയും വലിയൊരു അഡ്വഞ്ചർ എടുക്കാൻ പറ്റുന്ന ആളാണെന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് തോന്നുന്നില്ല. ഏർലി ലൈഫ് ആൻഡ് കോളേജ് ഇയേഴ്സ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിയിലേക്ക് പ്രോപ്പറായിട്ട് കടക്കാൻ പോവാണ്. ആദ്യത്തെ പാരാഗ്രാഫിൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ മുതിർന്ന സമയത്തുള്ള
പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തുള്ള ഒരു പ്രസംഗത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് നേരെ എവിടേക്ക് പോവാണ് കിറ്റി ഗെൽ ഫെർഗൂസൺ ചെയ്യുന്നത്? നമ്മുടെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിലേക്ക് നേരിട്ട് പോവാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏർലി ലൈഫിലേക്ക് പോവാണ്. സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് വാസ് ബോൺ ഓൺ 8th January 1942. ഓക്കെ, ഇനി ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിങ്സ്, സ്റ്റീഫൻസ് പാരൻസ് were not rich. ഫ്രാങ്കും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഇസബൽ ഹോക്കിങ്സും അത്ര വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ വാല്യൂഡ് എഡ്യൂക്കേഷൻ. പക്ഷേ ഈ ദമ്പതികൾ എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ പ്ലാൻഡ് ഫോർ സ്റ്റീഫൻ ടു ഗോ ടു ദ ഫേമസ് വെസ്റ്റ്മിൻസ്റ്റർ പബ്ലിക് സ്കൂൾ ഇൻ ലണ്ടൻ. അവരുടെ പ്രിയപ്പെട്ട മകനായിട്ടുള്ള സ്റ്റീഫനെ എവിടേക്ക് ചേർത്താൻ തീരുമാനിച്ചു? അന്ന് ആ നഗരത്തിലുള്ള ഏറ്റവും വലിയ സ്കൂളിൽ തന്നെ, വെസ്റ്റ്മിൻസ്റ്റർ എന്ന് പറയുന്ന പബ്ലിക് സ്കൂളിൽ അവനെ ചേർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ബട്ട് he was ill at the time of the scholarship examination. പക്ഷെ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ ദിവസം അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. സോ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെന്റ് എൽബൻ സ്കൂൾ. അങ്ങനെ അദ്ദേഹം ലോക്കൽ സെന്റ് എൽബൻ സ്കൂൾ, മറ്റൊരു സ്കൂളിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? അഡ്മിഷൻ എടുക്കുകയാണ്. സെയിന്റ് ആൽബൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയാണ്. നെക്സ്റ്റ്, അറ്റ് ഏജ് ഓഫ് 8, അങ്ങനെ 8ാമത്തെ വയസ്സിൽ ഹി വാസ് തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ബിക്കമിങ് എ സയന്റിസ്റ്റ്. അദ്ദേഹം വളരെ എന്താ പറയാ, കൂലങ്കഷമായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താവണം? സയന്റിസ്റ്റ് ആവണം എന്നതിനെ പറ്റിയിട്ട്. ഹിസ് ഫാദർ എൻകറേജ്ഡ് ഹിം ടു ഗോ ടു ദ മെഡിസിൻ ലൈക്ക് ഹിം. അച്ഛൻ പറഞ്ഞു, എൻ്റെ മേഖലയിലേക്ക് വാ, നീയും മെഡിസിൻ എടുത്തിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റീഫൻ ഫൗണ്ടഡ് ബയോളജി ടു ഇൻഡെഫിനിറ്റ്. പക്ഷെ സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം ബയോളജി എന്ന് പറയുന്ന സബ്ജക്ട് കുറച്ചുകൂടെ ഇൻഡെഫിനിറ്റ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി, ഡെഫിനിറ്റ് അല്ലാതെ അദ്ദേഹത്തിന് തോന്നി. യങ് സ്റ്റീഫൻ വാസ് ജസ്റ്റ് ലൈക്ക് എൻ ഓർഡിനറി സ്കൂൾ ബോയ്, സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ് ആൻഡ് വിത്ത് ഹോറിബിൾ ഹാൻഡ് റൈറ്റിംഗ്. സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സും. അസാധാരണമായിട്ടുള്ള ഒരു ഗിഫ്റ്റഡ് ചൈൽഡിന്റെ ഒരു ക്വാളിറ്റീസ് ഒന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹം ബുദ്ധിമുട്ടുള്ള പതുക്കെ പഠിച്ചെടുക്കുന്ന, അതുപോലെ തന്നെ വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. അറ്റ് 14, സ്റ്റീഫൻ wanted to pursue mathematics and physics. അങ്ങനെ 14ാമത്തെ വയസ്സിൽ സ്റ്റീഫന് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ഫിസിക്സിനും പറ്റിയിട്ട് പഠിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഹിസ് ഫാദർ വാസ് നോട്ട് ഹാപ്പി ബിക്കോസ് ദർ വാസ് നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. അച്ഛന് തീരെ ഇഷ്ടപ്പെട്ടില്ല, കാരണം അച്ഛൻ്റെ അദ്ദേഹത്തിന്റെ മകന്റെ ഭാവിയാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടീച്ചിങ്ങിൽ ഒരു സ്കോപ്പ് ഉണ്ടെന്നല്ലാതെ മാത്തമാറ്റിക്സ് എടുത്തിട്ട് വേറെ വലിയ സ്കോപ്പുകളൊന്നും ഇല്ലാന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സോ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയി, അച്ഛന് വളരെ ഡിസ്റ്റർബ്ഡ് ആയി. ഹേ ഓൾസോ വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഓക്സ്ഫോർഡ്. മാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരാഗ്രഹം തന്റെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഓക്സ്ഫോർഡിൽ അവനെ ചേർത്തണമെന്നായിരുന്നു. ഹിസ് ഓൺ കോളേജ് ആൻഡ് ഇറ്റ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. പക്ഷെ അവിടെ ആണെങ്കിൽ എന്തുമില്ല, മാത്തമാറ്റിക്സും ഇല്ല. മകനെ ഓക്സ്ഫോർഡിൽ ചേർത്തണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വിപരീതമായിട്ട് മകനൊരു താല്പര്യം എവിടെ എന്ത് പഠിക്കാൻ? മാത്തമാറ്റിക്സ് പഠിക്കാൻ. ഓക്സ്ഫോർഡിൽ മാത്തമാറ്റിക്സ് ഇല്ല. ഓക്കെ, സ്റ്റീഫൻ followed his father's advice and went to Oxford to study natural science. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സ്റ്റീഫൻ എവിടേക്ക് പോയി? നമ്മുടെ ഓക്സ്ഫോർഡിലേക്ക് തന്നെ പോയി. അവിടെ അദ്ദേഹം എന്താണ് പഠിക്കുന്നത്? അദ്ദേഹം പഠിക്കുന്നത് നാച്ചുറൽ സയൻസ് ആണ് പഠിക്കുന്നത്. സ്പെഷ്യലൈസിങ് ഇൻ ഫിസിക്സ്. നമുക്കൊരു മെയിൻ സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ ഡിഗ്രിക്കൊക്കെ പോകുന്ന സമയത്ത്, ഫിസിക്സിലാണ് അദ്ദേഹം മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദ ഓൾഡസ്റ്റ് ഓഫ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള കോളേജിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അറ്റ് ഫസ്റ്റ് ഹി വാസ് സാഡ് ആൻഡ് ബോർഡ്. ആദ്യമൊക്കെ അദ്ദേഹത്തിന് കോളേജിലൊക്കെ ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ ഒരു ഉഷാറില്ലായിരുന്നു, അദ്ദേഹത്തിന് ദുഃഖമായിരുന്നു. ബട്ട് ദെൻ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. അങ്ങനെയാണ് ഫസ്റ്റ് ഇയർ ഒക്കെ നമ്മൾ അറിയില്ല, ഫസ്റ്റ് ഇയർ ഒന്നും നമുക്കത്ര ഇൻട്രസ്റ്റിംഗ് ആവില്ല അല്ലേ. പെട്ടെന്ന് തന്നെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടുത്തെ ആളായിട്ട് മാറും. ദെൻ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. പതുക്കെ അദ്ദേഹം ഓക്സ്ഫോർഡിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഹി ബിക്കെയിം പോപ്പുലർ, had long hair and was famous for his wit, like a classical music and science fiction. He liked classical music and science fiction and took part in sports. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. അന്ന് അദ്ദേഹം എങ്ങനെയായിരുന്നു? പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വിറ്റ് അറിവ് കൊണ്ട് പോപ്പുലറായി, കുട്ടികൾക്കിടയിലൊക്കെ പോപ്പുലറായി, അവിടെ യൂണിവേഴ്സിറ്റിയിൽ പോപ്പുലറായി. ലോങ് ഹെയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, നീളമുള്ള മുടിയായിരുന്നു. വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നോളജ് കൊണ്ട് അദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു. ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഓർമ്മയിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നത്. അവന് നീളമുള്ള മുടിയായിരുന്നു, അതുപോലെ തന്നെ അവന് ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമായിരുന്നു. ഓക്കെ, ആൻഡ് സയൻസ് ഫിക്ഷൻസ് വായിക്കാനും ഇഷ്ടമായിരുന്നു. ആൻഡ് ഹി ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സിൽ വരെ ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് വീൽ ചെയറിലിരിക്കുന്ന ആ മനുഷ്യൻ. He applied to do a PhD at Cambridge and was accepted on one condition, that he got a first from Oxford. അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ആഗ്രഹം
കാംബ്രിഡ്ജിൽ പോയിട്ട് എന്താണ് ഒരു PhD ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നല്ല ആഗ്രഹമായിരുന്നു. അത് അവർ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് എന്ത് കിട്ടണം, ഒരു ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അവിടേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാംബ്രിഡ്ജിൽ നിർദ്ദേശം വന്നു. ബട്ട് ഹി എൻഡഡ് അപ്പ് ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. പക്ഷേ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒരു ബോർഡർ ലൈനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്സ് ഉണ്ടായിരുന്നത്. ഹൗ ഹി വാസ് ഫൈനലി ആക്സെപ്റ്റഡ് ബിക്കോസ് ഓഫ് ഹിസ് വിറ്റി റിമാർക്ക്. അപ്പോൾ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് വളരെ രസകരമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള മറുപടി ഇന്നും ഫേമസ് ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു മറുപടി കേട്ടിട്ട് അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ കിട്ടുകയായിരുന്നു PhDക്ക്. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് ബാഡ് ബിക്കോസ് ഓഫ് ഹിസ് ലാക്ക് ഓഫ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ മാസങ്ങൾ നമ്മുടെ കാംബ്രിഡ്ജിലുള്ളത് അത്ര സുഖകരമായിരുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഓക്സ്ഫോർഡ് പോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ അദ്ദേഹത്തിന് ഈ സില്ലി മിസ്റ്റേക്സ് വരുത്തിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നവും ഇവിടെ വല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിയാക്കി. വിച്ച് മെയ്ഡ് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. മാത്രമല്ല അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന പേപ്പർ നമ്മളെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അല്ലെ ഈ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന പേപ്പർ അദ്ദേഹത്തിന് ഭയങ്കര ടഫായിരുന്നു. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ് ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. പക്ഷെ 3ാമത്തെ വർഷമായപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ ഡൾനെസ്സും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഹി ഗോട്ട് വേഴ്സ് അറ്റ് കാംബ്രിഡ്ജിൽ അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ ഓക്സ്ഫോർഡിലെ 3ാമത്തെ വർഷമായപ്പോൾ തന്നെ തേർഡ് ഇയർ ആയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അസുഖങ്ങൾ ഇങ്ങനെ പിടിപെട്ടിട്ടുണ്ട്. അത് വളരെയധികം മോശമായി മാറി. എപ്പോ ഇദ്ദേഹം കാംബ്രിഡ്ജിൽ എത്തിയ സമയത്ത്. ലിവിങ് വിത്ത് ദ ഡിസീസ്. നെക്സ്റ്റ് അദ്ദേഹം ഈ അസുഖവുമായിട്ട് ജീവിക്കുന്ന ഭാഗമാണ്. സൂൺ ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963 ഹി കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ് വിത്ത് നോ ക്യൂർ. അദ്ദേഹത്തിന് അങ്ങനെ 21ാമത്തെ വയസ്സിൽ, വളരെ ചെറിയ പ്രായം അല്ലെ, 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ 1963 അന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ഒരു ഡയഗ്നോസിസ് ചെയ്ത സമയത്ത് കണ്ടെത്തി ഒരു റയർ ഡിസീസ് അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ക്യൂർ ഒന്നുമില്ല. പേര് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നാണ്. ഓക്കെ, നമുക്കതിനെ ഷോർട്ട് ആക്കിയിട്ട് ALS എന്ന് വിളിക്കാം. ALS എന്ന് പറയുന്ന ഒരു അസുഖം അദ്ദേഹത്തിന് പിടിപെടുകയാണ്. അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നാണ് അസുഖത്തിന്റെ പേര്. ഇറ്റ് കോസ്റ്റ് എ ഗ്രാജുവൽ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ്. നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനം പതുക്കെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമായിരുന്നു അത്. ഓക്കെ, ഇൻ ദ സ്പൈനൽ കോഡ്. എവിടെയുള്ള നരമ്പുകൾ? സ്പൈനൽ കോഡിലുള്ള. ഓക്കെ, ആൻഡ് ദ ബ്രെയിനിലുള്ള. ഹി വെന്റ് ഇൻ ടു ദ ഡീപ്പ് ഡിപ്രഷൻ. ഇങ്ങനെ ഒരു അസുഖം വന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും നിരാശയുണ്ടാവും, ജീവിതത്തോട് വല്ലാത്ത ഒരു സങ്കടമൊക്കെ തോന്നും അല്ലെ. അപ്പോൾ അദ്ദേഹം ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയി കൺഫ്യൂസ്ഡ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. ഇനി എന്തായിരിക്കും എൻ്റെ ഭാവി എന്ന് കുഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്ഡ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്. ഹോക്കിങ്സിന്റെ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളുടെ കണ്ടീഷൻസ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടാം എന്ന് വെച്ചാൽ ഒരു മിതമായിട്ട് നമുക്കിങ്ങനെ കൊണ്ടുപോകാം, പൂർണ്ണമായും മാറൂല, പക്ഷെ ഇങ്ങനെ തന്നെ നമുക്ക് കുറെ കാലം എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ബട്ട് ഇറ്റ് ഗോട്ട് വേഴ്സ്. പക്ഷെ അവരുടെ ആ ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അദ്ദേഹത്തിന്റെ അസുഖം സ്റ്റെബിലൈസ് ചെയ്തു പോകുന്നതിന് പകരം കുറച്ചുകൂടെ മോശാവസ്ഥയിലേക്ക് പോയി. ദേ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live. അവർ ഇങ്ങനെ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് മാക്സിമം കയറി വന്നാൽ അത്ര 2 വർഷമൊക്കെ ജീവിക്കുള്ളൂ എന്ന് നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഇത് പഠിക്കണോ, ഇനി എന്താ ചെയ്യേണ്ടത്, ജീവിതത്തിൽ അവസാന നിമിഷങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ആകെ എന്തായി, സങ്കടപ്പെട്ടു. They informed him that he had only about 2 more years to live. Thankfully, progression of the disease slowed after those 2 years. പക്ഷെ ഭാഗ്യം എന്ന് പറയാലോ, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാലോ, താങ്ക്ഫുള്ളി അദ്ദേഹത്തിന്റെ എന്താ സംഭവിച്ചത്, ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ്. ഈ ഡിസീസിന്റെ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ്, നമ്മുടെ ഈ അസുഖത്തിന്റെ ഗ്രാഫ് എന്തായി, പതുക്കെ സ്ലോ ഡൗൺ ചെയ്തു. ആഫ്റ്റർ ദോസ് 2 years, 2 വർഷത്തിനുള്ളിൽ അസുഖത്തിന്റെ തോത് ഒന്ന് കുറഞ്ഞു. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് വർ പോസ്റ്റ്പോൺഡ് ഫോർ എ വൈൽ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മാറിയെന്നല്ല, ടോട്ടൽ ഡിസബിലിറ്റി, തീരെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഡെത്ത്, മരണവും ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. സംഭവിക്കും, അത് ഏത് നിമിഷവും സംഭവിക്കാം. 2 വർഷം കഴിഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. പക്ഷെ അത് തീർത്തും ഇല്ല എന്നല്ല, കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. At New Year's party at St. Albans, just before he entered the hospital for test, Hawkins met Jane Wilder. അങ്ങനെ
ഒരു ന്യൂ ഇയർ പാർട്ടിയുടെ അന്ന് സെയിന്റ് ആൽബൻസിൽ വെച്ചിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് ഡയഗ്നോസിസിന് പോകുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ദിവസം അദ്ദേഹം ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിത സഖിയെ കണ്ടുമുട്ടുകയാണ്. ഷീ ലൈക്ക് ദിസ് വിറ്റ്. അവൾക്ക് അദ്ദേഹത്തിന്റെ വിറ്റ്, അറിവ് വളരെയധികം ഇഷ്ടമായിരുന്നു. ആൻഡ് തോട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ്. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആണെന്ന് അവൾക്ക് തോന്നുകയും ചെയ്തു. വെൻ ജെയിൻ മെറ്റ് ഹിം again after his discharge from the hospital, he was in a pathetic state. പക്ഷെ പിന്നീട് ഹോസ്പിറ്റലൊക്കെ ആയി ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ നമ്മൾ ജെയിൻ വൈൽഡ് കാണുന്ന സമയത്ത് അദ്ദേഹം വല്ലാത്തൊരു പെത്തറ്റിക് കണ്ടീഷനിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ബട്ട് ഷീ വാസ് നോട്ട് പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെന്റൽ കണ്ടീഷൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ കണ്ടിട്ട് അവളെ ഇട്ടേച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. ഹോക്കിങ്സ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് their friendship developed slowly. ഹോക്കിങ്സിനാണെങ്കിൽ അവളുടെ ഈ ഒപ്റ്റിമിസം വളരെ ഇഷ്ടമാണ്. ചില ആളുകൾ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഈ ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. നല്ല ശുഭാപ്തി വിശ്വാസമുള്ള കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ എന്ത് ചെയ്തു, വളർന്നുകൊണ്ടിരുന്നു. ഹി അപ്ലൈഡ് ഫോർ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കാസ്, one of the Cambridge colleges, and was accepted. അദ്ദേഹം ഒരു റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. കായസിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. ഇൻ ജൂലൈ ഓഫ് 1965 ജെയിൻ ആൻഡ് ഹി വർ മാരിഡ്. രണ്ടുപേരും വിവാഹിതരായി. Hawkins made his way around the university corridors with a cane and spoke with a slight speech impediment. അങ്ങനെ ഹോക്കിങ്സ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ നടക്കുന്നത് കുട്ടികളൊക്കെ ഇന്നും ഓർക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു? ഒരു കെയിൻ ഉപയോഗിച്ചിട്ട്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ആ വടി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം നടക്കുന്നത് ആ വരാന്തകളിലൂടെ. ആൻഡ് സ്പോക്ക് വിത്ത് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെന്റ്. ചെറുതായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രയാസം വന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സ്പീച്ച് ഇംപെഡിമെന്റ് ഉണ്ട് അദ്ദേഹത്തിന്. ഓക്കെ. ഹി ഡയറിംഗ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഇൻ ദ സെഷൻസ് ഇൻവോൾവിംഗ് സം ഓഫ് ദ വേൾഡ്സ് ബിഗസ്റ്റ് സയന്റിസ്റ്റ് വൈൽ അതർ യങ് റിസർച്ചേഴ്സ് വേർ സൈലന്റ്. റിസർച്ച് സ്കോളേഴ്സ് ആണല്ലോ ഇവര്, അല്ലെ? PhD പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അവിടേക്ക് ഒരുപാട് ഈ സെമിനാറുകളും സെഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ലോകത്തിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്നിട്ടുള്ള പരിപാടികളിൽ ഇദ്ദേഹം വളരെ വലിയ ചോദ്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നു. ഹി ഡെയർഡ് എന്ന് പറയുന്നത്, ഡയറിംഗ്ലി ആസ്ക്ഡ് സച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇത്തരം വലിയ ആളുകളുടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. വൈൽ അതർ യങ് റിസർച്ചേഴ്സ് വേർ സൈലന്റ്. ബാക്കിയുള്ള യങ് റിസർച്ചേഴ്സ്, അദ്ദേഹത്തിന്റെ കൊളീഗ്സ്, അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വളരെയധികം ഭയത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഡയറിംഗ്ലി ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അതർ ഐൻസ്റ്റീൻ ബിഗാൻ ദെൻ. അങ്ങനെ അന്ന് മുതലാണ്, അല്ലെങ്കിൽ ആ സമയം മുതലാണ് അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേര് അദ്ദേഹത്തിന് എന്താണ്? എ ജീനിയസ് എന്ന പേര്. അതുപോലെ തന്നെ അനദർ ഐൻസ്റ്റീൻ എന്നൊക്കെ കുട്ടികൾ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി. In 1980, a need for funds made him think of writing a book about the universe. അങ്ങനെ 1980 അദ്ദേഹത്തിന് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. ഓക്കെ. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ പുസ്തകം അറിയാലോ നിങ്ങൾക്ക്, അല്ലെ? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് സയൻസിനെ കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടാണ് ഈ പറയുന്ന സയൻസിലുള്ള ഒരുപാട് ഫാക്ട്സ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പുസ്തകത്തിൽ. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. 1984 അദ്ദേഹം അതിന് ആദ്യത്തെ കരട് തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ റഫ് കോപ്പി തയ്യാറാക്കി. ആൻഡ് മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര പോയി. അപ്പോൾ തന്നെ there he got pneumonia. അവിടെ നിന്ന് അദ്ദേഹത്തിന് ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ബാധിച്ചു. ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ ഹിസ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അങ്ങനെ അവിടെ അദ്ദേഹം ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക്, വെന്റിലേറ്ററിലേക്ക് മാറുകയാണ്. ഹി ഗോട്ട് എ ട്രക്കിയോട്ടോമി വിച്ച് സേവ്ഡ് ഹിസ് ലൈഫ് ബട്ട് ലെഫ്റ്റ് ഹിം മ്യൂട്ട്. അദ്ദേഹത്തിന് ഒരു ട്രക്കിയോട്ടോമി, ഒരു ഓപ്പറേഷൻ നടത്തേണ്ടത് വന്നു. ഓക്കെ. ട്രക്കിയയിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ചെയ്തില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും. ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ പറ്റില്ല. ജെയിൻ വൈൽഡ് ആകെ കൺഫ്യൂസ്ഡ് ആയി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. സൈൻ ചെയ്ത് കൊടുക്കണമല്ലോ, അപ്പോൾ ഭാര്യയല്ലേ. അപ്പോൾ അവർ അവസാനം തീരുമാനിച്ചു, ഓപ്പറേഷൻ ചെയ്തോളൂ, സംസാരം ഇവിടെ അദ്ദേഹത്തിനൊരു ഓൾസ് ഇട്ടു. എന്നിട്ട് ഇതിലൂടെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ശ്വാസം എടുക്കുന്നതൊക്കെ. ഓക്കെ. അനി Hawkins could no longer breathe through his mouth and nose. അദ്ദേഹത്തിന് പിന്നീട് വായിലൂടെയും മൂക്കിലൂടെയും ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഓൺലി ത്രൂ എ പെർമനന്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ദ
ഇൻ ഹിസ് തോട്ടിൽ ഒരു പെർമനന്റ് ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് അദ്ദേഹം ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു സമയം. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇന്റൻസീവ് കെയർ, വളരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹത്തെ കിടത്തിയിട്ട് ഒരുപാട് ആഴ്ചകൾ ഹി വെന്റ് ഹോം ടു ജെയിൻ ആൻഡ് ഹിസ് 3 children. അങ്ങനെ അദ്ദേഹം ആ പരിചരണത്തിന്റെ ഒക്കെ ശേഷം ജെയിൻ്റെയും മക്കളെയും കൂടെ കുടുംബത്തിലേക്ക് പോയി. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. അപ്പോഴും അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ, അദ്ദേഹത്തിന് ഒരുപാട് ക്ഷീണമുണ്ടായിരുന്നു, അസുഖമുണ്ടായിരുന്നു, പിന്നീട് റിസർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. Walters, a computer expert in California, sent him a program called Equalizer, which allowed Hawkins to select words from the screen. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വാൾട്ടേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു പുതിയ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിട്ട് ആ സോഫ്റ്റ്വെയർ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് ഇദ്ദേഹം സംസാരിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി, സെൻസ് ചെയ്തിട്ട് ആ വേർഡ്സ് ഏതൊക്കെയാന്ന് കമ്പ്യൂട്ടറിലേക്ക് കമ്പ്യൂട്ടർ പറയും ഏതൊക്കെ വേർഡ്സ് ആണെന്നത്, വാക്കുകളൊക്കെ ഉണ്ടാക്കാം, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? With the support of Hawking's student Brainwit, a brief history of time was published in 1988. മറ്റൊരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ വിറ്റ് എന്ന് പറയുന്ന കുട്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകം 1984 പബ്ലിഷ് ചെയ്തു. 4 വർഷങ്ങൾക്ക് ഇപ്പുറം. അതിന്റെ കരട് കോപ്പി തയ്യാറാക്കിയത് എന്നായിരുന്നു, ഡ്രാഫ്റ്റ് 1984 സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി എന്നിട്ട്. അപ്പോൾ 88 പുസ്തകം പുറത്തിറക്കി. ഇൻ സെപ്റ്റംബർ 2005 abridged version of the was published. കുറച്ചുകൂടെ അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് 2005 അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനും ഇറക്കിയിട്ടുണ്ട്. വൺ വിൽ എൻകൗണ്ടർ മെനി പാരഡോക്സസ് ഇൻ ദ ബുക്ക്. ഈ പുസ്തകത്തിനകത്ത് നമ്മൾ ഒരുപാട് പാരഡോക്സസ് കണ്ടെത്തും. ഓക്കെ, ഇനി ഇറ്റ് ഈസ് എ മിറാക്കിൾ ദാറ്റ് ഹോക്കിങ്സ് ഹാസ് ബീൻ able to achieve so much and is still alive. When you experience his intelligence and humor, you begin to take his grave physical problem no more seriously than he seems to himself. അപ്പോൾ ഒരു വലിയ മിറാക്കിളാണ്. ഇത്രയും വലിയൊരു അസുഖത്തിന് അടിമയായിരുന്ന ആള് ഇന്നും ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ പിന്നീട് ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ സ്റ്റീഫൻ ബോസ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ ബിഗസ്റ്റ് ഫിഗർ ഇൻ ദ വേൾഡ് ഓഫ് ഫിസിക്സ്. അദ്ദേഹത്തിന്റെ ക്രിപ്പിൾനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ALS എന്ന് പറയുന്ന ആ ഒരു മാരകമായിട്ടുള്ള അസുഖത്തെ അതിജീവിച്ച് അദ്ദേഹം ഇന്ന് ഫിസിക്സിൽ വേൾഡ് ഓഫ് ഫിസിക്സിൽ ഒരു വലിയ ഫിഗറായിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ നോവായിട്ട് ജ്വലിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ ഓഥർ അവസാനിപ്പിക്കുകയാണ്. ഹോക്കിങ്സ് കണ്ടിന്യൂ ടുവേർഡ്സ് ഹിസ് ഗോൾ ഡിസ്പൈറ്റ് ദ സ്ട്രഗിൾസ് ഹി ഫേസ്ഡ് ആൻഡ് ended up as one of the greatest minds of our time. His life and journey inspired us to do our best, notwithstanding the difficulties that lie in our path. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ട്രഗിൾസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. എന്നാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതിന് എന്തെല്ലാം അഡ്വേഴ്സിറ്റീസ് വരികയാണെങ്കിലും എന്തെല്ലാം അസുഖങ്ങളാണെങ്കിലും അങ്ങനെ അത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് വരികയാണെങ്കിലും നമ്മൾ അതിനെ മറികടന്നിട്ട് എന്തിലേക്ക് എത്തണം, നമ്മൾ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഓഥർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി ചാപ്റ്റർ 3 ഉള്ളൂ, ചാപ്റ്റർ കഴിഞ്ഞു. കമ്പാരിറ്റീവ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുനിന്നും കുറവാണ് ചോദിക്കാറ്. ചാപ്റ്റർ 1 നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ അകത്തുനിന്നായിരിക്കും മിക്കവാറും എന്ത് വരിക, ചോദ്യങ്ങൾ ഉണ്ടാവുക. പ്രൊഫൈൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ സമ്മറി ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു കഥ പോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സംഭവങ്ങളൊക്കെ ഓർത്തു വെച്ചാൽ മതി. ഇതിനപ്പുറത്തേക്ക് ചാപ്റ്ററിലേക്ക് പോകേണ്ടതില്ല. ഓക്കെ, താങ്ക് യു.